പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. സമാധാനത്തിനായുള്ള ശ്രമങ്ങൾ വീണ്ടും അനിശ്ചിതത്വത്തിലായി. ഇറാനിൽ ആക്രമണ പരമ്പര തന്നെ യുഎസ് നടത്തി. ഇറാനും തിരിച്ചടിച്ചു. യുഎസിന്റെ വജ്രായുധങ്ങളിൽ ഒന്നായ MQ-9 ഡ്രോൺ വെടിവെച്ചിട്ടതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെട്ടു. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ വക്താവ് ഹൊസൈൻ മൊഹ്ബിയ ഉദ്ധരിച്ച് തസ്നീം ന്യൂസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. യുഎസ് സൈന്യം ആക്രമിച്ചെന്നും അതിന് മറുപടി നൽകുകയാണ് ഇറാൻ ചെയ്തതെന്നും മൊഹ്ബി പറഞ്ഞു. നേരത്തെയും യുഎസിന്റെ അത്യാധുനിക ആയുധങ്ങൾ ഇറാൻ തകർത്തതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. മാത്രമല്ല ഇവയെല്ലാം ഏറെ ചെലവേറിയതാണ്. ഇറാനെതിരായ സൈനിക നടപടിയിൽ യുഎസിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഫെബ്രുവരി 28 പശ്ചിമേഷ്യയിൽ ആക്രമണം തുടങ്ങിയത്. തുടർന്നിങ്ങോട്ട് 2 ഡസനിലധികം അത്യാധുനികവും വിലയേറിയതുമായ MQ-9 ഡ്രോണുകൾ ഇറാൻ തകർത്തതായാണ് റിപ്പോർട്ടുകൾ. ഏതാണ്ട് $3 കോടി ഒരു MQ-9 റീപ്പർ ഡ്രോണിന്റെ വില. ഡ്രോണുകളുടെ കണക്കിൽ തന്നെ $100 കോടി നഷ്ടമാണ് യുഎസിനുണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 24 MQ-9 ഡ്രോണുകൾ യുഎസിന് നഷ്ടമായിട്ടുണ്ടെന്നാണ് നേരത്തെ റിപ്പോർട്ടുകൾ വന്നത്. അതിനൊപ്പമാണ് മറ്റൊരു ഡ്രോൺ കൂടി തകർത്തതായി ഇറാൻ അവകാശപ്പെട്ടത്. ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ യുഎസ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചവയാണ് MQ-9 ഡ്രോണുകൾ. അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ, ക്യാമറകൾ, സെൻസറുകൾ, മിസൈലുകളെയും ഗൈഡഡ് ബോംബുകളെയും വഹിക്കാനുള്ള ശേഷി എന്നിവയാണ് MQ-9 ഡ്രോണുകളുടെ സവിശേഷത. അതിനിടെ യുഎസ് വെടിനിർത്തൽ കരാർ ലംഘനത്തിന് പിന്നാലെ ബഹ്റൈനിലെയും കുവൈറ്റിലെയും 85 യുഎസ് സൈനിക താവളങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തിയതായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചു. മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ഇറാൻ തിരിച്ചടിച്ചത്. ബഹ്റൈനിലെയും കുവൈറ്റിലെയും തന്ത്രപ്രധാനമായ യുഎസ് ക്യാമ്പുകളും കപ്പൽ പടയുടെ കേന്ദ്രങ്ങളും അടക്കം 85 ഇടങ്ങളിൽ ഒരേ സമയം സ്ഫോടന പരമ്പരകൾ നടത്തിയതായി ഇറാൻ അവകാശപ്പെട്ടു. ആക്രമണത്തെ തുടർന്ന് ബഹ്റൈനിൽ ബുധനാഴ്ച രാവിലെ തുടർച്ചയായി പലതവണ വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങി. ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും എത്രയും വേഗം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശത്രുക്കളുടെ മിസൈലുകളെയും ഡ്രോണുകളെയും തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ശക്തമായി നേരിടുകയാണെന്ന് കുവൈറ്റ് സൈന്യവും വ്യക്തമാക്കി.